ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. പൊട്ടി വരുമ്പോൾ ഒരു 2 വലിയ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് അതിട്ട് കൊടുക്കാം. അതിലേക്ക് 4 പച്ചമുളക് നല്ല എരിവുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നടുവേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ മുളകൊന്നും ഞാൻ ഇതിൽ ചേർക്കണില്ല. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മുളക് നമുക്ക് ചതച്ച മുളക് ഒക്കെ ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഇതിൽ നല്ല എരിവുള്ള കാരണം ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഇത് സവാള വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴന്ന് വരട്ടെ. ഇപ്പോൾ ക്യാരറ്റ് തോരൻ നമ്മൾ പിന്നെ അത് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതിൽ കിടന്നിട്ട് നന്നായി ഒരുവിധം അങ്ങനെ മൊരിയണ പോലെ ആകുമ്പോഴാണ് നമ്മൾ പിന്നെ ക്യാരറ്റ് ചീവിതിട്ട് കൊടുക്കണം. മൊരിയ എന്ന് പറഞ്ഞാൽ നന്നായി വഴന്ന് വരും. അപ്പോൾ ഈ വേപ്പിലയൊക്കെ അതിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞ് വരും. ആ വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കണം കേട്ടോ. ഇങ്ങനത്തെ തോരനൊക്കെ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നമുക്ക് നല്ലത്. അപ്പോൾ 1 കിലോ ക്യാരറ്റ് ഉണ്ട്, അത് ഞാൻ ചീവി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് തന്നെ ഒരു 2 തരമുണ്ട്. ഇത് നല്ല മധുരമുള്ള ക്യാരറ്റ് കേട്ടോ. തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു ക്യാരറ്റാണ്. വെച്ചാൽ നോക്കി വാങ്ങിക്കണം, അല്ലെങ്കിൽ വലിയൊരു നമുക്കിതിട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് കറി വയ്ക്കുമ്പോൾ അല്ല തോരൻ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഒരാളെ മധുരം ഉണ്ടാവും ഇതിന്. ഇതിൽ നമ്മൾ മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇതിലത്തെ വൈറ്റമിൻ സിയും ഇതൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. ഇളക്കി വേവിക്കുന്നവരുണ്ട്, അപ്പോഴും അത് ആവിയിൽ നഷ്ടപ്പെടുള്ളൂ. നമ്മൾ ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം ചെറുതീയിലിട്ടിട്ട് മൂടിയിട്ട് വേവിക്കുക. അപ്പോൾ ഇതിലത്തെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഇതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ബെസ്റ്റാണ്. അവർ ഓടിക്കളിക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടൊക്കെ ചെയ്യുമ്പോൾ വേറെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനത്തെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അങ്ങോട്ട് ഉണങ്ങി പോയിക്കോളും. ഇവിടെ അപ്പൂക്കി ഉള്ളതല്ലേ, അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നത് അതുകൊണ്ടാണ്. വൈറ്റമിൻ സി ഒക്കെ ധാരാളം ഉള്ളത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇനി മൂടിയിട്ടിട്ട് നമുക്ക് ഉപ്പൊക്കെ ഓൾറെഡി ഇട്ടതാണ്. ഞാൻ പിന്നെ വേറെ മുളകൊന്നും ചേർക്കാത്ത തന്നെ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. അതെ, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെറുതീയിലിട്ടിട്ട് നേരത്തൊന്ന് ഇളക്കി കൊടുക്കുന്നതല്ല കേട്ടോ. ഉപ്പ് പാകമാണെന്ന് നോക്കി ഞാൻ അത് പാകമാണ്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു അരമുറി തേങ്ങയാണ്. ചെറിയ നാളികേരത്തിൻ്റെ അരമുറി തേങ്ങയാണ് കേട്ടോ. അതൊക്കെ ഇടണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതും കൂടി ഇടുമ്പോൾ ഈ തോരന് നല്ല ടേസ്റ്റ് വരും. ഇതിപ്പോൾ നമുക്കൊരു കൂട്ടുകറി പോലെ പറ്റുള്ളൂ. ഇത് മാത്രം കൂട്ടി കഴിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിന് ചോറിന് പറ്റില്ല. അപ്പോൾ നല്ലൊരു തോരൻ, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. കുട്ടികളൊക്കെ വാരി കഴിച്ചോളും. നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഇതൊക്കെ ചെല്ലണത് അവർക്ക് നല്ല ഇടയ്ക്ക്. അവർ തന്നെ കഴിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിച്ച് തിന്നാൻ കൊടുക്കുന്നത് നല്ലത്. പക്ഷെ അവരതിനെ തിന്നുമോ കുറവാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. ഞാൻ ലേശം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുക. ആവിയിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ അതിലത്തെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റ്